ൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ യേശു യേശു അവരാരിലും വലിയവൻ യേശു യേശു അവരാരിലും മതിയായവൻ യേശു യേശു ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ടോർച്ച് ഔട്ട് ട്രൂത്ത് കുടുംബം ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അവസ്ഥകളെ മാറ്റുന്നവനാണ് ദൈവം. അതുപോലെ നമ്മുടെ അഡ്രസ്സുകളെ മാറ്റുന്നവനാണ് ദൈവം. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന് പറയത്തക്ക ക്രമത്തിൽ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ നമ്മെ മാറ്റുവാൻ കഴിയുന്നുള്ളവൻ അത്രേ ദൈവം. വിശ്വാസ ജീവിതം പ്രകൃതിയാതീത ജീവിതം അത്രേ. വിശ്വാസ ജീവിതം പരാജയ ജീവിതം അല്ല. വിശ്വാസ ജീവിതം ജയത്തിന്റെ ജീവിതം അത്രേ. 4 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെ വിശ്വാസത്താൽ ജീവിച്ച വീരന്മാരുടെ പട്ടിക അത്രേ കഴിഞ്ഞ ആഴ്ചകളായി നാം കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായം. ദൈവത്തിൽ ഉള്ള വിശ്വാസം ഒരു രാഷ്ട്രീയക്കാരനുള്ള വിശ്വാസമല്ല, ഒരു പ്രത്യേക ഇസത്തിലുള്ളതായ വിശ്വാസമല്ല, പ്രത്യുത മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഉള്ളതായ വിശ്വാസം. ഈ ദിവസത്തിൽ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് ധ്യാനിച്ചു വരുമ്പോൾ ഒരു വിശ്വാസ വീരയെ കുറിച്ച് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് കാണുന്നു. കടന്നു വന്നാട്ടെ. എബ്രായലേഖനം 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. എബ്രായലേഖനം 11:31 പറയുന്നു, വിശ്വാസത്താൽ രാഹബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതെ ഇരുന്നു. വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ കാണുന്നു. അവളൊരു സാധാ സ്ത്രീയല്ല, അവളൊരു വേശ്യ എന്ന് വേദപുസ്തകം പറയുന്നു. She was a harlot, she was a prostitute. അവളൊരു വേശ്യയായിരുന്നു. അവളെ ദൈവം പ്രയോജനപ്പെടുത്തുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം അവളെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ വളരെ അത്ഭുതകരമാണ് അത്രേ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ നോക്കിയാൽ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. കുലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത് മഹാനായ ദൈവം, ഭയങ്കരനായ ദൈവം തന്റെ വിലയേറിയ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു.
ഏത് കഴുതിയും തിരഞ്ഞെടുത്ത് അതിന്റെ വായു തുറന്ന് ദൈവത്തിന്റെ ദൂതിനെ സംസാരിപ്പിക്കുന്നവൻ അത്രേ ദൈവം. ശമരിയ പട്ടണം മുഴുവൻ ക്ഷാമത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ ആ ക്ഷാമത്തിന്റെ പട്ടണം ക്ഷേമത്താൽ വിടിവിക്കപ്പെടുവാൻ, അതൊരു ക്ഷേമത്തിന്റെ പട്ടണമാകുവാൻ 4 കുഷ്ഠരോഗികളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ സഭയെ പണിവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനിനെ പോലും പിടിപ്പാൻ കഴിയാത്തതായ ഒരു പത്രോസിനെ അത്രേ. ഉള്ള സഭയെ പൊളിച്ചു കളയുമെന്ന് പറഞ്ഞു ഓടി നടന്നതായ പരീശനായ ശൗലിനെ ദൈവം സഭകൾ ഇല്ലാത്തതായ സ്ഥലങ്ങളിൽ സഭകളെ പണിവാൻ പൗലോസായി ദൈവം തിരഞ്ഞെടുത്തു. ഇവിടെ ഇതാ തിരുവചനം പറയുന്നു, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനോഹരമായൊരു ചരിത്ര സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ വലിയ പട്ടണമാകുന്ന യെരിഹോവിന്റെ മതിലിനെ തള്ളിയിടുവാൻ സമയം ആയപ്പോൾ ഒറ്റുകാരെ യോശുവ ഇതാ പറഞ്ഞയക്കുകയാണ്. 2 പേരെ ഇതാ പറഞ്ഞയച്ചു. കർത്താവ് യേശു ക്രിസ്തു 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ചതുപോലെ അങ്ങനെ സ്തോത്രം ഇതാ 2 പേരെ പറഞ്ഞയക്കുമ്പോൾ ആ ഒറ്റുകാർ വന്ന് പാർത്തത് ഈ വേശ്യയാകുന്നതായ രാഘബിന്റെ ഭവനത്തിൽ അത്രേ. അവിടെ ചിലപ്പോൾ ചില പുരുഷന്മാർ കടന്നു പോകുന്നുണ്ടായിരിക്കാം ആ വേശ്യയെ പ്രാപിപ്പാൻ. അതുകൊണ്ട് ജനം ഒരുപക്ഷെ സംശയിക്കത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവരിതാ ആ വേശ്യയുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. എന്നാൽ വേശ്യയുടെ കസ്റ്റമേഴ്സായി വേശ്യയെ പ്രാപിപ്പാനല്ല അവർ കടന്നുപോയത്, വേശ്യയ്ക്ക് ഏതോ ഒന്ന് കൊടുക്കുവാൻ വേണ്ടി അത്രേ അവർ പോയത്. ഇതോ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പുതിയ നിയമത്തിൽ വിശ്വാസികളാകുന്ന നമ്മൾ മറ്റുള്ളവരെ പോലെ ആകുവാനല്ല ഒരു പ്രത്യേക സ്ഥലത്ത് പോകുന്നത്, പ്രത്യുത അതെ മറ്റുള്ളവരെ നമ്മെ പോലെ ആക്കുവാൻ അത്രേ. ഒരു ക്ലബിൽ നീ പോകുന്നു എങ്കിൽ ആ ക്ലബിൽ നീ ആകരുത്, ആ ക്ലബിനെ നിന്നിൽ ആക്കണം. മഹാനായ ദൈവത്തിന്റെ ദാസൻ റൈനാർഡ് ബോങ്കെ വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ വലിയൊരു ഡാൻസ് ഫ്ലോറിൽ പ്രസംഗിപ്പാൻ വേണ്ടി കടന്നുപോയി. ആ ഡാൻസ് ഫ്ലോറിൽ പ്രസംഗിപ്പാൻ അധികം പോയതിന്റെ രഹസ്യം ഇതത്രേ. അതിനടുത്തുള്ളതായ ഒരു ചർച്ചിൽ പ്രസംഗിക്കാനായി എത്തുമ്പോൾ അവിടെ ഒരൊറ്റ യുവാക്കൾ പോലുമില്ല. സകല യുവാക്കളും ഡാൻസ് ക്ലബിൽ അംഗങ്ങളായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ഡാൻസ് ക്ലബിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ പോയി 5 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ആ ഡാൻസ് ക്ലബിൽ ഉണ്ടായിരുന്നതായ നൂറുകണക്കിന് യുവാക്കൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ണുനീരോടെ സ്വീകരിക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ നീയും ഞാനും ലോകത്തിന്റെ വെളിച്ചമത്രേ. ഈ തലമുറയിൽ നീയും ഞാനും ലോകത്തിന്റെ ഉപ്പ് അത്രേ. മറ്റുള്ളവർക്ക് രസം കൊടുക്കുവാൻ, മറ്റുള്ളവരെ മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചാൾസ് ഫിന്നി തുടങ്ങിയ ദൈവത്തിന്റെ ദാസന്മാർ ഏതെങ്കിലും ഒരു പ്രത്യേക ട്രെയിനിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു റൂമിലേക്ക് കയറുമ്പോൾ അവർ കാണുമ്പോൾ തന്നെ ജനം അലറി കരഞ്ഞ് ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുമായിരുന്നു അത്രേ. ഒരു ദിവസം ചാൾസ് ഫിന്നി നടക്കുവാനായി ഇറങ്ങുമ്പോൾ 2 സ്ത്രീകൾ അദ്ദേഹത്തെ നോക്കിയിട്ട് ഒരു വല്ലാതെ ചിരിക്കുകയുണ്ടായി. വല്ലാതെ ചിരിച്ചതായ ആ പെണ്ണുങ്ങളെ നോക്കി ആ സ്ത്രീകളെ ചാൾസ് ഫിന്നി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ അതുവരെ ചാൾസ് ഫിന്നിയെ നോക്കി ാക്കിക്കൊണ്ടിരുന്നതായ ആ പെണ്ണുങ്ങൾ പൊട്ടിക്കരയുവാൻ തുടങ്ങി. ആ സ്ത്രീകൾ പാപബോധത്താൽ പൊട്ടിക്കരഞ്ഞു. അതെ, യേശു കർത്താവിൽ ഉള്ളവനായിട്ടാണ് നീ നടക്കുന്നതെങ്കിൽ, ഒരു സ്കൂളിൽ നീ പോകുമ്പോൾ, ഒരു കോളേജിൽ നീ ആയിരിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥിയായി നീ എത്തുമ്പോൾ അവിടുത്തെ പാപം നിന്നിൽ കയറത്തില്ല. നിന്നിലുള്ള യേശു മറ്റുള്ളവരെ മാറ്റും. ഒരു ഓഫീസിൽ നീ എത്തുമ്പോൾ അവിടുത്തെ സമ്പ്രദായം നിന്റെ ആത്മീയത്തെ തകർക്കത്തില്ല. നിന്റെ അഭിഷേകം അവിടെ നുകത്തെ തകർത്ത് ആ അന്തരീക്ഷത്തെ നീ മാറ്റും. കാരണം നീ ലോകത്തിന്റെ ഉപ്പാണ്, നീ ലോകത്തിന്റെ വെളിച്ചമാണ്. അവരിലുള്ളതായ ഭൂതം നിന്നിലല്ല കയറേണ്ടത്, നിന്നിലുള്ള യേശു അവരെ വ്യത്യാസപ്പെടുത്തണം. നമ്മൾ പുതിയ നിയമത്തിലെ വിശ്വാസികൾ അത്രേ. ചരിത്രം നമ്മിലൂടെ മാറേണ്ടി ഇരിക്കുന്നു. യേശു കർത്താവിനെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷകർ മാത്രമല്ല പരിചയപ്പെടുത്തേണ്ടത്. നിന്നിലൂടെ യേശു കർത്താവ് മറ്റുള്ളവർ അറിയട്ടെ. യോശുവയാൽ ഐക്യപ്പെട്ടതായ ഈ 2 പുരുഷന്മാർ തങ്ങളുടെ ദൗത്യത്തിന് വേണ്ടി ഇതാ ഒരു വേശ്യയുടെ ഭവനത്തിൽ എത്തി. ദൈവത്താൽ അഭിഷിക്തനായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഈ തലമുറയിൽ ദൈവികമായ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. എന്നാൽ ആ ദൈവിക ദൗത്യത്തിന് വേണ്ടി അവരവിടെ എത്തുമ്പോൾ അവർ പാപം ചെയ്യാതിരുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, താഴ്വരയിൽ വീഴുവാൻ ഇടവയ്ക്കാതെ പർവ്വതത്തിന് മുകളിൽ വെച്ച് നീ എന്നെ എടുത്തുകൊള്ളണമേ. അതേ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാസംഗികനായിരിക്കാം, നീ ഒരു പാസ്റ്ററായിരിക്കാം, നീ ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ നിന്റെ ജീവിതത്തിന്റെ അവസാനം നല്ലതായി തീരുമാറാകട്ടെ. കർത്താവ് അപ്രകാരം നമ്മെ നടത്തുവാൻ ഗുണം അവൻ ശക്തനത്രേ. പ്രകൃതിയും പ്രപഞ്ചത്തിലുമുള്ളതായ
ആയിരക്കണക്കിന് ജ്യോതിർഗോളങ്ങൾ അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ അവ മാറിപ്പോകാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം സംരക്ഷിക്കുന്നു എങ്കിൽ മനുഷ്യന്റെ വിചാരത്തെ നിയന്ത്രിച്ച് പാപത്തിൽ വീഴാതെ വണ്ണം നിന്നെ സംരക്ഷിച്ച് നടത്തുവാൻ ഗുണം ദൈവത്തിന് കഴിയും. നിന്റെ ചിന്തകളെ, നിന്റെ നോട്ടത്തെ, നിന്റെ വിചാരത്തെ സകലത്തിനും കർത്താവിന്റെ കരത്തിൽ കൊടുത്ത് ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവെ, ഒരു ഡ്രൈവർ വാഹനത്തെ എപ്രകാരമാണോ നിയന്ത്രിച്ചോ വഴി നടത്തുന്നത് പോലെ എന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി പാപത്തിൽ വീഴാതെ വണ്ണം അത്ഭുതകരമായി അവിടുന്ന് നീ എന്നെ സഹായിക്കുമാറാകട്ടെ. പാപത്തെക്കുറിച്ചല്ല നീ കോൺഷ്യസ് ആയിരിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് യേശുവിനെ കുറിച്ച് ചിന്തിക്കും. നിന്റെ ചിന്തയെ നീ നിയന്ത്രിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിന്റെ പ്രവൃത്തിയെ നിനക്ക് നിയന്ത്രിപ്പാൻ തക്കവണ്ണം കഴിയും. വിശുദ്ധ ജീവിതം നിനക്ക് സാധ്യമാകുക തന്നെ ചെയ്യും. ആ സഹോദരന്മാർ നോക്കണമേ, അവർ വേശ്യയുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഒരിക്കലും ചിന്തിപ്പാൻ കഴിയാത്തതായ ഒരു കാര്യം. എന്നാൽ നിനക്കൊരു ടാസ്ക് ഉണ്ട് എങ്കിൽ, നിനക്കൊരു ദൗത്യമുണ്ട് എങ്കിൽ ഏത് സ്ഥലത്ത് നിനക്ക് കടന്നു പോകാം. യേശു കർത്താവ് പ്രകാരം തെളിയിച്ചിരിക്കുന്നു. യേശുവിന്റെ കാലത്ത് ഒരിക്കലും യഹൂദന്മാർ ശമര്യയിലേക്ക് പോകത്തേ ഇല്ല. എന്നാൽ യേശു ശമര്യയിലേക്ക് കടന്നുപോയി. യേശു ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. യേശു കർത്താവ് ശമര്യയിൽ പോയി ശമര്യയിലെ ഏറ്റവും വലിയ പാപിനിയായ സ്ത്രീയോട് താൻ മെശിഹ എന്ന് തെളിയിച്ചിട്ട് യേശു കർത്താവ് തിരിച്ചു വന്നു. യേശു അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ യേശു ഒറ്റയ്ക്കല്ല വന്നത്, ശമര്യ മുഴുവൻ യേശുവിന്റെ പിന്നാലെ വന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയുവാൻ കഴിയും? യേശു കർത്താവ് ശമര്യയിലേക്ക് ഒറ്റയ്ക്ക് കടന്നുപോയി. ആ സ്ത്രീയോട് താൻ മെശിഹ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ദ എൻറ്റയർ റീജിയൻ, ആ പ്രദേശം മുഴുവൻ യേശു കർത്താവിന് പിന്നാലെ വന്നതുപോലെ ദൈവത്തിന്റെ കൃപയാല്, അതെ, ഏതൊരു പ്രദേശമാണോ, ഏത് ജാതിയാണോ, ഏത് പ്രത്യേക ജനമാണോ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവത്തിന്റെ സഭ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇന്നാളുകൾ സംഭവിക്കുന്നത്, ഞാൻ വിശുദ്ധനത്രേ, എനിക്ക് വേർപാടുണ്ട്, എനിക്ക് വേദപുസ്തകം മുഴുവൻ അറിയാം എന്ന് പറഞ്ഞ് പാപികളെ അടുക്കലേക്ക് പലപ്പോഴും ദൈവത്തിന്റെ ജനം ഇറങ്ങി ചെല്ലുന്നില്ല. നീയും ഞാനും വേർപാട് പാലിപ്പിക്കേണ്ടത് പാപികളിൽ നിന്നല്ല, പാപത്തിൽ നിന്നത്രേ. പാപത്തിൽ നിന്ന് വേർപാട് പാലിക്ക്, പാപികളിൽ നിന്ന് അല്ല. പാപികളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിന്നിലുള്ള കർത്താവ് അവരെ തൊടുവാൻ ഇടയായി തീരും. നിന്നിലുള്ള കർത്താവ് ആ കുടുംബങ്ങളെ വിടുവിക്കും. അങ്ങനെ അവരും യേശു കർത്താവിനെ അറിവാൻ ഇടവരുത്തുക തന്നെ ചെയ്യാം. യേശു കർത്താവ് സകലത്തിന് നമുക്ക് മുൻമാതൃക. യേശു ശമര്യയിലേക്ക് ഇറങ്ങി ചെന്നതുപോലെ നിന്നിലുള്ള യേശു മറ്റുള്ളവരെ വ്യത്യാസപ്പെടുത്തണേ. നിന്റെ കൂടെ പഠിക്കുന്നവരെ, നിന്റെ അയൽവാസികളെ, നിന്നോട് സംസാരിക്കുന്നവരെ, അവരോട് യേശുവിനെ പറ്റി പറയുക, അവനോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുക. യേശു ജനത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ ജനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ തലതിരിഞ്ഞ് നടക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരത്രേ പരീശൻ. മറ്റുള്ളവരെ കണ്ടാൽ ഹായ് പറയത്തില്ല, ഹലോ പറയത്തില്ല, ഞാൻ മാത്രം വേർപാട് എന്ന് പറഞ്ഞ്, എനിക്ക് മാത്രം വേർപാട് എന്ന് പറഞ്ഞ് പാപത്തെ ഭയപ്പെട്ട് തിരിഞ്ഞു നടക്കുന്നവനത്രേ പരീശൻ. ഞാൻ നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്നുകിൽ നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കും, ഇല്ലെങ്കിൽ നീ ഒരു പരീശൻ ആയിരിക്കും. ക്രിസ്ത്യാനിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങൾ യെരുശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരും. അപ്രകാരം അത്രേ സഭ വളരുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ ചുരുങ്ങുവാനല്ല, ദൈവം നമ്മെ വളരുവാൻ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കർത്താവ് അയച്ചത് കൈയടിച്ച് അന്യഭാഷ പറവാൻ അല്ല, ദൈവത്തിന്റെ സാക്ഷികൾ ആയി തീരുവാനത്രേ. പരീശൻ മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് തിരിപ്പാൻ, അവരോട് സംസാരിപ്പാൻ, അവരെ നോക്കി നമുക്ക് ചിരിക്കാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട നല്ലൊരു സുഹൃത്ത് തമിഴ്നാട്ടിലുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവത്താൽ അയക്കപ്പെട്ട കടന്നുപോയി. 7 വർഷം ഭയങ്കരമായി കഷ്ടപ്പെട്ടു. 4-3-7 വിശ്വാസികൾ മാത്രം. എന്നാൽ ഒരു പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച ആരാധന യോഗത്തിൽ അദ്ദേഹം ആ ജനത്തെ പഠിപ്പിച്ചു. ഈ ഒരാഴ്ച മറ്റുള്ള എല്ലാവരും നോക്കി നിങ്ങൾ ചിരിക്കണം.